തിരുവനന്തപുരം വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫ്ലി ഡിസൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ, ഇത് എന്തായിരുന്നു ഈ ആത്മഹത്യക്ക് കാരണം? കടബാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം. രാജേഷ്, കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ അനിൽകുമാർ, ഭാര്യ അനിൽകുമാറിന് പ്രായം 55 വയസ്സുണ്ട്, ഭാര്യ ഷീജ 50 വയസ്സുണ്ട്, മക്കൾ 2 ആൺമക്കളാണ്, അശ്വിൻ, ആകാശ്. ഈ രണ്ടുപേരും 25 വയസ്സ് 22 വയസ്സ് ഈ പ്രായമുള്ള 2 ആൺമക്കളാണ്. ഇവരാണ് 4 പേരും ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ കാണുന്നത്. രാവിലെ നാട്ടുകാരാണ് കടക്കാവ് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തിയപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 പേരും വീട്ടിനുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ്, കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണം, കൂട്ടാത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ മക്കൾ തീരെ കുഞ്ഞുങ്ങളല്ല. 25 വയസ്സും 22 വയസ്സും പ്രായമുള്ള 2 ആൺമക്കളാണ്. ഈ കൂട്ട ആത്മഹത്യക്ക് ആൺമക്കളും കൂടി ചേർന്ന ഒരു കൂട്ട ആത്മഹത്യ എന്ന രീതിയിൽ വരുമ്പോൾ അതിനകത്ത് സാമ്പത്തിക ബാധ്യത തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും കൂടി വിശദമായി പോലീസ് പരിശോധിക്കുകയാണ്. ഇതിൽ പ്രാഥമികമായ നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കടബാധ്യത ഉണ്ടായിരുന്നു. ഇവര് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ആളില്ലാത്ത നിലയിലായിരുന്നു വീട്. അപ്പോൾ ഇന്ന് രാവിലെ നാട്ടുകാർ ഇവിടെ എത്തിയ സംശയം തോന്നിയ നാട്ടുകാരാണ് കടക്കാവൂർ പോലീസിനെ വിവരം അറിയിച്ചത്. അങ്ങനെ പോലീസ് എത്തി നോക്കുമ്പോഴാണ് 4 പേര് വീട്ടിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ 4 പേരുടെ മൃതദേഹം കാണുന്നത്. എന്തായാലും പ്രാഥമികമായ കടബാധ്യതയുള്ള ആത്മഹത്യയാണെന്ന് നിഗമനമുണ്ടെങ്കിലും വിശദമായി പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം മറ്റെന്തെങ്കിലും കാരണം ഇതിലുണ്ടോ, ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. രാജേഷ്.